ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാറോ. അപ്പോൾ ഇന്നൊരു പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഒന്ന് ബ്രീത്ത് ഇൻ ഔട്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ തോന്നുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 2 പൈലിലേക്ക് നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നിയേക്കാം. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പൈൽ നോക്കാം. ഫിനാൻസസ് ആണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത്. നോക്കാം. Ace of Pentacles, ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫിനാൻസസ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത് ഫിനാൻസ് അല്ലെങ്കിൽ അബണ്ടൻസിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങൾ ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ വളരെയധികം ലക്കിയാണ്. നിങ്ങൾക്ക് പണത്തിന് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് പണം ആ ഒരു കിട്ടേണ്ട സമയത്ത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ കൂടുതലും പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ ഫിനാൻസ് ആണ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത്. അബണ്ടൻസ് ആണ് ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് പണം നൽകി നിങ്ങളെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഏതെങ്കിലും ഒരു ലേഡി എനർജി നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, ഒരു മദർ ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കൂടുതലും ഒരു ഫീമെയിൽ എനർജിയാണ് അല്ലെങ്കിൽ ഫെമിനൈൻ എനർജി ക്യാരി ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫിനാൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻസ് കൂടുതലുള്ള വ്യക്തികളായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്പിരിച്വാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും. ഒരു രഹസ്യ സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ള മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ പഠിക്കാൻ അനുവദിക്കണം എന്നില്ല എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെയധികം ആഗ്രഹമുണ്ടാവും പഠിക്കണം എന്ന്. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻസ് അതിനെ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പഠനം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിൽ നിങ്ങൾ പല കാരണങ്ങളും സിറ്റുവേഷനും കൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതായിട്ട് ഇവിടെ വളരെയധികം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞല്ലോ, ഹൈ പ്രീസ്റ്റസ് എനർജി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് ജന്മനാ ലഭിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് സ്വപ്നങ്ങളിലായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. ഒരുപാട് ഡൗൺലോഡ്സ് നിങ്ങൾക്ക് കിട്ടും. സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും അത് ചിലപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് വളരെയധികം കണക്ഷനുള്ള വ്യക്തികളാണ് എന്നുള്ളതും കൂടിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അത് വെറുതെ നിങ്ങൾ ഇതാക്കി കളയരുത്. കാരണം അവിടെ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സംസാരിക്കുമ്പോഴുണ്ടല്ലോ ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് തന്നെ അത്ഭുതം തോന്നും ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ അറിവൊക്കെ കിട്ടുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ അറിവൊക്കെ കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്നൊക്കെ ക്യാരി ചെയ്ത് വന്നിട്ടുള്ള അറിവുകളാണ് അത് എന്നുള്ളതാണ്. ഈ ഒരു ലൈഫിലും നിങ്ങൾക്ക് ഒരുപാട് അറിവ് നേടാൻ ആഗ്രഹമുണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് അത്ര നല്ലതായിരുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്കതിന് പറ്റാത്തതിൻ്റെ
വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഫ്ലോയി ആയിട്ട് സംസാരിക്കും. കാരണം നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിനെ അങ്ങനെ ക്യാരി ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആർക്കും ഒന്നും ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങളെ ചെയ്യിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്കൊരു ഒരു ഒരു പോരാളിയുടെ എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സ്. ഇവിടെ പോരാളിയുടെ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിസിബിളായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ എന്തെങ്കിലും വെട്ടോ മുറിവോ ഒക്കെ ഉണ്ടാവാനുള്ള അതിൻ്റെ പാടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. നിങ്ങളൊന്ന് നോക്കുക. ഈ പൈൽ സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് എപ്പോഴും ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റിച്ചോ അങ്ങനെ എന്തെങ്കിലും മുറിപ്പാടുകളോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ അതായത് ആർക്കും നിങ്ങളെ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിക്കാനാവില്ല. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്ന വ്യക്തികളാണ്, ഓവർ തിങ്കേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായാലും എവിടെയായാലും നിങ്ങൾക്ക് ഒറ്റക്കായിരിക്കും പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഒറ്റക്കാണ് ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. കാരണം നിങ്ങൾ ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ നിങ്ങളെ പലപ്പോഴും ഒറ്റപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഹൈ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണയുള്ള എനർജിക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരൊക്കെ വിട്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴായാലും എവിടെയായാലും പഠിക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഒറ്റപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അത് മറ്റുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പല സ്ഥലത്തും മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളെ താഴ്ത്തി കാണിക്കാനും നിങ്ങൾക്കവിടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു ജയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക, നിങ്ങളുടെ വഴി തടയുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. ഓക്കെ. അതുപോലെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സും ക്യൂൻ ഓഫ് സോർട്സും ഉണ്ട്. അതായത് നിങ്ങളൊരു തീരുമാനം എടുത്തതാണ്. ഓക്കെ. അപ്പോൾ അതിൽ പിന്നെ ഒരു മാറ്റമില്ല. ചിലരോട് നിങ്ങൾ സ്നേഹിച്ചാൽ അത്രയും സ്നേഹിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു തിരിഞ്ഞു നോട്ടമില്ല. ഒരു കാര്യത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതാണെങ്കിൽ അത് നേടിയിട്ടേ നിങ്ങൾ തിരിച്ചു വരൂ എന്നുള്ളതാണ്. അതായത് ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിലായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ. നിങ്ങൾ അതിൽ സക്സസ് നേടിയിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്നുള്ളതാണ്, തിരിച്ചു വരവുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാക്സിമത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ വാക്കിനൊരു പവർ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന തരത്തിലൊരു ഇതും കൂടി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇവിടെയൊക്കെ സോഴ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വാക്കിന് എന്തോ പവർ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഹീലിങ്ങിനായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും അവരുടെ സങ്കടങ്ങൾ നിങ്ങളോട് വന്ന് പറയുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടുന്ന തരത്തിലൊരു എനർജിയും അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ വാക്കിന് അങ്ങനെ ഒരു പവർ ഉണ്ട്, ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. ഓക്കെ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കൗൺസിലർ ആവാൻ അല്ലെങ്കിൽ ടീച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും ശോഭിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അതുപോലെ നിങ്ങൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അനീതി കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കാൻ പറ്റില്ല. അതിനെതിരെ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലൊരു വളരെയധികം ദേഷ്യം വരിക, അങ്ങനെയുള്ള കാര്യം. അതുപോലെ ദേശബോധം, ഈ പാട്രിയോട്ടിസം, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു പോരാളിയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കായാലും മറ്റുള്ളവർക്കായാലും എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ അവിടുന്ന് രക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, ഇതൊക്കെ ഉള്ളിലുണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കെട്ടിടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാനുള്ള ഒരു
സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ യാത്രയൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നു, ഫ്രീഡം ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ലവേഴ്സ് കാർഡും ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഒരു സോൾമേറ്റിനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലൊരു ഇതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വരുന്ന ഓരോ വ്യക്തിയിലും നിങ്ങളുടെ സോൾമേറ്റിനെ സെർച്ച് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തിയുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ വരും. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ സോൾമേറ്റ് ഏതാണ്, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു സോൾമേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന തരത്തിലൊരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിലേഷൻഷിപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാവാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുന്നവരെ സെർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ മാത്രമേ സാറ്റിസ്ഫൈഡ് ആവൂ എന്നുള്ള തരത്തിലൊരു ഇതാണ്. കാരണം അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, ആ ഒരു വ്യക്തി മാത്രമാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ള രീതിയിൽ കാണുന്ന വ്യക്തികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം അതാണ്. നിങ്ങളൊന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് വിശ്വസിച്ചതാണ്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അതുകൊണ്ട് തന്നെ കുറേ റിലേഷൻഷിപ്പുകൾ നിങ്ങളിലേക്ക് വരും. പക്ഷേ നിങ്ങൾ അതിലൊന്നും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. നിങ്ങളുടെ സോൾമേറ്റിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇവിടെ പറയുന്ന ഒരു ഗൈഡൻസ് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഫ്രീഡം കിട്ടുന്നില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കഴിവുകളുണ്ട്, അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾ റിലീസ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യുക. അതുപോലെ തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ കുറയ്ക്കുക. അതുപോലെ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുക വേണമെങ്കിൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഏറ്റവും പീക്ക് ഘട്ടത്തിൽ, ആ ഒരു സ്ട്രഗിളിൻ്റെ പീക്ക് ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് വ്യക്തികൾ വരും എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫീമെയിൽ ഫിഗറാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഫീമെയിൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മ വഴിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം. ഒരു ഫ്രണ്ട് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് തരിക. ആ ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെ അതിലേക്ക് കൂടുതൽ പുഷ് ചെയ്തുകൊണ്ട് ഓരോ അവസരത്തിലേക്ക് നിങ്ങളെ നയിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇതാണ്. എന്തായാലും ഒരു ഫീമെയിൽ എനർജി നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ഒരു ഗൈഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ നല്ല വഴി കാണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈലിനുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സെക്കൻഡ് പൈലിനുള്ള റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ്. ഓക്കെ, കാർഡ്സ് നോക്കാം. ഓക്കെ, സ്പിരിച്വൽ ആൻഡ് റിലീജിയൻ ആണ് പാസ്റ്റ് നിന്ന് ക്യാരി ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു സ്പിരിച്വൽ കണക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയൻ ആണ് നിങ്ങൾക്കിവിടെ പാസ്റ്റ് ലൈഫ് എന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിരിച്വാലിറ്റി കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. കണക്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ആരാധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും, റിലീജിയസ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ആസ്ട്രോളജി, ടാരോ തന്നെയായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇൻഡ്യൂഷൻ, പാസ്റ്റിലുള്ള ഇൻഡ്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് മറ്റുള്ളവർ ഗൈഡൻസ് ചോദിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കൊരു അവർക്കൊരു സ്ട്രെസ് റിലീസ് ചെയ്യുന്ന തരത്തിലൊരു എനർജി ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അതായത് നിങ്ങളുടെ ചിലപ്പോൾ എന്താ പറയുക, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള വ്യക്തികളുമായിരിക്കാം. സ്പിരിച്വാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്ഷനുള്ള വ്യക്തികളായിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളിലേക്കും വന്നിട്ടുണ്ടാവും ആ ഒരു എനർജി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ
പണം സേവ് ചെയ്ത് വെക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരൊന്നും നിങ്ങളെ സഹായിച്ചിട്ടല്ല നിങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നല്ല. നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്താണോ അതിലാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഒക്കെയുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് തോന്നും. അതായത് കൂടുതലും നിങ്ങൾ മറ്റുള്ളവരെ കാര്യങ്ങളുമായിട്ട് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ കാണുന്നത്. അത് പറഞ്ഞല്ലോ, ഹീലിംഗ് പ്രൊഫഷനായിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതിനു മുമ്പേ ആ ഒരു ഹീലിങ്ങിലേക്ക് നിങ്ങൾക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വരേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ചിലർ അതിനുശേഷം ആ ഒരു കർമ്മ ഒക്കെ റിലീസായതിനു ശേഷം ഒരു ഹീലിംഗ് ഫീൽഡിലേക്കായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ കൺട്രോൾഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാത്തിലും ഒരു കൺട്രോളിങ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒക്കെ നിങ്ങൾക്കൊരു കൺട്രോളിങ് ആണ് നിങ്ങളുടെ ഒരു ഇത് വരുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കൂടുതൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ, അല്ലെങ്കിൽ കൂടുതൽ ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്നെ വിട്ടുപോകുമോ, അല്ലെങ്കിൽ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ കൂടുതൽ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം വരുമോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ആ ഒരു ഇതും ഉണ്ട് എന്നുള്ളതാണ്. അത് മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ മറ്റുള്ളവർ അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാം നിങ്ങൾക്കൊരു കൺട്രോൾഡ് ആണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട്. ട്രാവലിംഗ് കൂടുതലായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അധികം എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലൊരു ഇതുകൂടിയാണ്. നിങ്ങൾക്ക് ഉള്ളിലുണ്ട്, പക്ഷേ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മറ്റുള്ളവരുടെ ഇടപെടലുകൾ. അതായത് നിങ്ങളുടെ ഇടയിൽ എപ്പോഴും മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മറ്റുള്ളവർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും, അവരും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. തന്നെ നിങ്ങളിവിടെ ഒരു ഹയർ എനർജിയാണ്. ഓക്കെ, ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്, സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കാട്ടിയും ഒരു ഹയർ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നേരത്തെ ഇൻറ്റ്യൂട്ടീവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതായത് മറ്റുള്ളവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ അത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനും പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലരുമായിട്ടും കൂടുതൽ അടുത്ത് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കാൻ സാധ്യതയില്ല. മനസ്സിലായോ? കാരണം അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കത് നേരത്തെ മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിട്ട് തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ എനർജിയുമായിട്ട് ചിലപ്പോൾ ആ ഒരു ലെവലിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയമാണ്, അതായത് എനിക്ക് ഇങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. അതുപോലെ പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വരും എന്നുള്ള ഒരു ഇതാണ്. കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോട് ഇത് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പ്രശ്നങ്ങളെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കൊരു പുതിയൊരു വ്യക്തിയെ കാണുമ്പോഴും വീണ്ടും ഇത് പഴയ പോലെ തന്നെ ആവുമോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്.
ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യം ചെയ്യാതെ വെക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പലതും ചെയ്യണം എന്നുണ്ടാവും. ഈ ഒരു പേടി കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാതെ ഒഴിവാക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പൊതുവെ ഒരു പിശുക്ക് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും വാങ്ങി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാനും നല്ല വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനും നോക്കുക. അതുപോലെ നിങ്ങളുടെ വാക്കിന് ഒരു പ്രത്യേക ശക്തി ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സും ഉണ്ട്, അതുപോലെ കിങ് ഓഫ്. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കഴിവുണ്ട്. അത് മറ്റുള്ളവർക്കും അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചിലരൊക്കെ സമീപിക്കുന്നുണ്ടാവും ഒരു ഗൈഡൻസിനൊക്കെ വേണ്ടിയിട്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സാമീപ്യം പോലും ചിലർക്കൊക്കെ ഒരു ആശ്വാസമാകുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ആ ഒരു എനർജിയിൽ വ്യത്യാസമുള്ളവരുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൂടിയാണ്. എന്തായാലും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന വ്യക്തികളെയാണ് കൂടുതലും ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതലും ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ സ്വീകരിക്കാനും അതിലേക്ക് മുന്നോട്ടേക്ക് പോകുവാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, യാത്രകളൊക്കെ ചെയ്യാം. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ആലോചിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ പിടിച്ചമർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിലായാലും അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ അത് ചെയ്യുക. മറ്റുള്ള വ്യക്തികളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ എല്ലാവരോടും നിങ്ങൾ തുറന്നു പറയാതിരിക്കുക. നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആരോടാണോ എങ്ങനെയാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതും കൂടിയാണ്. പിന്നെ കൂടുതലും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു കോഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഇത് കിട്ടും എന്നുള്ളത് കൂടി ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു പൈലുള്ളവർക്ക്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പൈൽ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. തേർഡ് പൈലുള്ള റീഡിംഗ് ആണ്, നോക്കാം. ഓക്കെ, നൈറ്റ് ഫുഡാണ്. ഓക്കെ, പോരാളികളായിട്ടാണ് ഇവിടെ കാണുന്നത്. കാർഡ്സിനെ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, തേർഡ് പൈലുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നൈറ്റ് ഫുഡിൻ്റെ എനർജിയാണ്. അതായത് ഇവിടെ പോരാളികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ചതിക്കപ്പെട്ട വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 5 ഓഫ് സോർഡ്സും ഡബിളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ ചതിക്കപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ തന്നെ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചതിക്കപ്പെടുമോ, ഒരു ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ഭയം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മൂൺ കാർഡും ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയായിട്ട് കണക്ഷനുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹയർ സെൽഫുമായിട്ട് അലൈൻമെൻറ്റ് വരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ സ്റ്റാർ കാർഡ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം ഇടപഴകുവാനും അതുപോലെ തന്നെ ഫാമിലി എനർജി കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തികളാണ്. കാരണം കഴിഞ്ഞൊരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ പോരാളികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ഫാമിലിയുമായിട്ട് ഒത്ത് മുന്നോട്ടേക്ക് പോകാൻ, അല്ലെങ്കിൽ ഫാമിലിയെ എങ്ങനെ നിങ്ങൾ ബോണ്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, ആ ഒരു രീതിയിൽ ഫാമിലിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ അധ്വാനിക്കുന്നതായിട്ടും അല്ലെങ്കിൽ കൂടുതൽ അതിന് വേണ്ടിയിട്ട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികളാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരുമായിട്ട് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്.
ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ടാലൻസ്, അതായത് നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ നിങ്ങൾ എടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും പാഷനേറ്റ് ആണ്, അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയെ മുന്നോട്ടേക്ക് നയിക്കാനാണ്. പക്ഷേ നിങ്ങൾക്ക് പല പ്രാവശ്യങ്ങളിലായിട്ട് മറ്റുള്ളവരിൽ നിന്നും, നിങ്ങൾ ആരെയാണോ വിശ്വസിച്ചത് അവരിൽ നിന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, തിരിച്ചടികൾ, ചതികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ എനർജിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഈ ഒരു ലൈഫിലും നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ നിങ്ങളോടൊപ്പം വരും. അതൊരു സുഹൃത്തായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരും ഇതുപോലെ നിങ്ങളുടെ അതേ അനുഭവങ്ങളുള്ള വ്യക്തികളായിരിക്കാനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെയും പല തിരിച്ചടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആ ഒരു പ്രശ്നമുണ്ട്, മനസ്സിലുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഭയമാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അവിടെ പാസ്റ്റ് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ക്യാരി ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയം, എപ്പോഴും ഒരു ആക്രമണത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ടാവും, ഒരു ചതിയെ നിങ്ങൾ ഭയക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അച്ഛൻ വഴിയോ അമ്മ വഴിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരമ്പരാഗതമായിട്ട് നിങ്ങൾക്ക് സ്വത്തുക്കൾ ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഷെയർ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനും പണം നിങ്ങളിലേക്ക് എത്താനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒരു എപ്പോഴും സെർച്ചിങ് ആണ് പല കാര്യത്തിനും. അതായത് ഒരു രഹസ്യാത്മകത നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് വളരെയധികം പാഷനേറ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ അച്ചീവായിട്ട് നിങ്ങൾ അടുത്തതിലേക്ക് മാറുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ അതുപോലെ തന്നെ ചിലരൊക്കെ വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലൊരു എനർജി ഇവിടെയുണ്ട്. അതുപോലെ ചിലരൊക്കെ ഇവർ ക്രിയേറ്റീവായിട്ട് ചെയ്യുമെങ്കിലും, ഒരു സൈഡിൽ ചെയ്യുമെങ്കിലും അതേസമയം സാഹസികതയും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ കൂടുതലും ഈ മിലിറ്ററി ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഒരു മനസ്സിലൊരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും, അതുപോലെ തന്നെ അവിടുന്ന് നിങ്ങൾ വീണ്ടും ഉരുത്തെഴുന്നേറ്റ് പോകാനും ഉള്ള ഒരിതാണ്. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടുന്ന് വീണ്ടും തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത്. പുതിയ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കാണാനും വ്യക്തമായി മനസ്സിലാക്കാനും മുന്നോട്ടേക്ക് പോകാനും കഴിയുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ പറയാനുള്ളത്, മറ്റുള്ളവരുടെ എനർജി നിങ്ങളെ കൂടുതലും സ്ട്രഗിൾ ചെയ്യിക്കുന്നത് ഈ സംഭാഷണങ്ങളിലൂടെയാണ്. മറ്റുള്ളവരുടെ സംസാരം, കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുക. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചതിയൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ പോകുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയുള്ള കോഴ്സുകളോ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും സമയമാകുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിന് നിങ്ങൾക്ക് തന്നെ ഒരു
വഴി നിങ്ങളുടെ മുന്നിൽ തെളിയും എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതലും ഹയർ സെൽഫുമായിട്ട് അലൈൻഡ് ആവാൻ വേണ്ടി പോകുന്ന തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് കൂടുതലും ഉണ്ടാവാനുള്ളൊരു ചാൻസും ഇവിടെ കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് ഈ ചന്ദ്രൻ ഒക്കെ ഉള്ള സമയത്ത്, ഈ ന്യൂ മൂൺ അങ്ങനെ ഫുൾ മൂണൊക്കെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് മനസ്സിലാകും. ഇത് ചിലപ്പോൾ ആനിമൽസിൻ്റെ, മൃഗങ്ങളുടെ ഇതിലായിരിക്കും, അല്ലെങ്കിൽ സ്വപ്നങ്ങളിലായിരിക്കും. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളൊരു പാഷനായിട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ചാൻസും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഡബിൾ എനർജിയും 5 ഓഫ് സോർട്സും ആണ്. അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, അതുപോലെ തന്നെ എല്ലാവരെയും സംശയിക്കാതിരിക്കുക. നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ആ ഒരു ഭയത്തെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. വേണമെങ്കിൽ ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് സീക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് മോഡിൽ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളതാണ് കാണാനുള്ളത്. കാരണം കൂടുതൽ കൺട്രോളിങ് ആകുമ്പോൾ പലർക്കും അത് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്നേഹം നിങ്ങളിൽ കൊണ്ടുവരാനും അത് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കും എന്നുള്ളതും കൂടിയാണ്. ഇല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പൈനുള്ള റീഡിങ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.